ക്രിസ്മസിന് മുൻപ് ക്ഷേമ പെൻഷൻ 2 ഗഡുവെങ്കിലും കൊടുത്ത് തീർക്കാനുള്ള സർക്കാരിൻ്റെ നീക്കത്തിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അനുവദിച്ചതിൻ്റെ ഒറ്റ ഗഡു പോലും ക്രിസ്മസിന് വിതരണം ചെയ്യാനാകുമെന്ന് ഉറപ്പില്ലാതെയാണ് ധനവകുപ്പ് മുന്നോട്ട് പോകുന്നത്. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയായി പണം സ്വരൂപിച്ച് നൽകാനായിരുന്നു നീക്കം. ഈ നീക്കമാണ് പളിത്. രശ്മി കാർത്തികോട്, രശ്മി, സഹകരണ സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയൊക്കെ രൂപീകരിച്ചു അതിൽ നിന്ന് പണമെടുത്ത് തൽക്കാലം പെൻഷൻ നൽകാനുള്ള നീക്കമൊക്കെ സർക്കാർ നടത്തിയിരുന്നാൽ സഹകരണ സംഘങ്ങൾ അപകടം മുന്നിൽ കണ്ടിട്ടുണ്ട്. അത്തരം പണം നൽകാൻ കഴിയില്ല എന്ന് CPM നേതൃത്വം നൽകുന്ന പല സഹകരണ സംഘങ്ങൾ പോലും സഹകരണ ബാങ്കുകൾ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണോ ഈ നീക്കം പാളിയത്? രശ്മി, ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്. ഈ ക്ഷേമ പെൻഷൻ നൽകാതിരിക്കുന്നത് സർക്കാരിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് തെരഞ്ഞെടുപ്പുകളിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ഷേമ പെൻഷൻ സർക്കാർ നൽകാത്തത് തന്നെയാണ്. മറ്റു പല കാര്യങ്ങൾക്കും സർക്കാർ യഥേഷ്ടം പണം ചെലവഴിക്കുകയും സാധാരണക്കാർക്ക് സഹായമായിട്ടുള്ള ക്ഷേമ പെൻഷനും മറ്റും ഏറ്റവും ആശ്രയകരമായിട്ടുള്ള പദ്ധതികൾ ഇതൊക്കെ തന്നെ പണം നൽകാത്തത് കാരണം മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിൽ തുടർച്ചയായി ഇതൊരു തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യത്തിൽ ക്രിസ്മസിന് മുൻപ് 2 ഗഡുവെങ്കിലും നൽകാം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ധനവകുപ്പിനുള്ളത്. അത് സഹകരണ കൺസോർഷ്യത്തിൽ നിന്നും സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി രൂപ കടമെടുക്കാനായിരുന്നു നീക്കം. പക്ഷേ അത് പാളി, അത്തരത്തിൽ തുക ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ 1 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഇതും എല്ലാവർക്കും നൽകാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ അത്രയും തുക നൽകി തീർക്കണമെങ്കിൽ തന്നെ 4500 കോടി രൂപയാണ് ആവശ്യമായിട്ടുള്ളത്. ഈ തുക എങ്ങനെ കണ്ടെത്തുമെന്നറിയാത്ത കഴിയാത്ത അത്തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് സർക്കാർ ഉള്ളത്. ഏതായാലും സർക്കാരിന്റെ ഈ സാമ്പത്തിക ധൂർത്തും സാമ്പത്തിക മിസ്മാനേജ്മെന്റും തന്നെയാണ് ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. ഏതായാലും ഇനി മുന്നോട്ടുള്ള പോക്കും വലിയ രീതിയിൽ പ്രതിസന്ധിയാകും എന്നുള്ളതാണ്. കടമെടുത്താണ് പിടിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ആ കടം എടുത്തത് വീട്ടാൻ വീണ്ടും കടമെടുക്കേണ്ട സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോഴുള്ളത്. ഉമേഷ്, കടമല്ലാതെ മറ്റ് മറങ്ങളൊന്നും സർക്കാരിന് മുമ്പിലില്ല. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ നൽകാൻ മറ്റെന്തെങ്കിലും കടം സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്ര നീക്കം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? രശ്മി, നിലവിലുള്ള പ്രതീക്ഷ ഇതായിരുന്നു. ഇനി എന്താണ് തുടർന്ന് നീക്കം? എപ്പോഴും ധനവകുപ്പ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യമാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ പ്ലാൻ ബി എന്നുള്ള ഒരു കാര്യം അത് തുടക്കം മുതൽ തന്നെ ധനമന്ത്രി എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്താണ് പ്ലാൻ ബി എന്നുള്ളത് ഇതുവരെയും ആർക്കും വ്യക്തമായിട്ടില്ല. എന്താണ് ധനവകുപ്പ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഏതായാലും സംസ്ഥാനത്തെ എല്ലാ പദ്ധതികളും ഏതാണ്ട് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. തദ്ദേശ വകുപ്പിന്റെ പദ്ധതികൾ, ആരോഗ്യ വകുപ്പിന്റെ പദ്ധതികൾ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി യോജിച്ചുള്ള പല പദ്ധതികൾക്കും കേന്ദ്ര വിഹിതം കൃത്യമായി ലഭ്യമാക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് വകമാറ്റി ചിലവഴിക്കുന്നു. പദ്ധതികളെല്ലാം നിലയ്ക്കുന്നു. ക്ഷേമ പെൻഷൻ നൽകാനില്ല. KSRTC ജീവനക്കാർക്ക് ശമ്പളം കൃത്യമായി നൽകുന്നില്ല. ഇത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് സംസ്ഥാനം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഈ സഹകരണ സംഘങ്ങളായിരുന്നു ധനവകുപ്പിനുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ. ഇനി മറ്റെവിടെ നിന്നെങ്കിലും കടമെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കും. ഏതായാലും പുതുവർഷത്തിൽ സംസ്ഥാനം നേരിടുന്നത് വലിയ രീതിയിലുള്ള ഒരു കടുത്ത പ്രതിസന്ധിയായിരിക്കും, സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും. ഇതെങ്ങനെ മറികടക്കും എന്നുള്ള ആലോചനയിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ധനവകുപ്പ് മറ്റു വകുപ്പുകളോടൊരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. അതായത് എല്ലാ വകുപ്പുകളും കേന്ദ്രത്തിൽ നിന്ന് പണം ചോദിച്ചെടുക്കാൻ വേണ്ടി, പണം നേടിയെടുക്കാൻ വേണ്ടി എന്തൊക്കെ പദ്ധതികൾ കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി സമർപ്പിക്കാൻ കഴിയും, ഏതൊക്കെ പദ്ധതികൾ, ആ പദ്ധതികൾക്കൊക്കെ എത്ര വിഹിതം എന്നതടക്കമുള്ള വിവരങ്ങൾ ഉടൻ കൈമാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പ് എല്ലാ വകുപ്പുകൾക്കും കത്ത് നൽകിയിരുന്നു. അത്തരത്തിലുള്ള പദ്ധതികളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി തന്നെ കേന്ദ്ര സർക്കാരിന് കൈമാറി കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് നിലവിൽ ധനവകുപ്പിനുള്ളത്. ഉമേഷ്.